നിതീഷ് കുമാറിനെ പിണക്കാൻ ബി.ജെ.പി തയ്യാറാകില്ല. കാരണം ബി.ജെ.പി ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെങ്കിലും അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചാലും നിതീഷ് കുമാറിനെ പിണക്കാൻ ബി.ജെ.പി തയ്യാറാണ്. കാരണം നിതീഷ് കുമാറിനെ ഇവിടെ പിണക്കിയാൽ അദ്ദേഹം കേന്ദ്രത്തിലുള്ള പിന്തുണ പിൻവലിക്കും. അതുകൊണ്ട് നിതീഷിനെ മുഖ്യമന്ത്രിയാക്കി ഒരു ഡമ്മി മുഖ്യമന്ത്രിയെ നിതീഷിനെ നിലനിർത്തിക്കൊണ്ട് ഭരണം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ബീഹാറിൽ മുന്നോട്ട് പോകും. പക്ഷേ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ബീഹാറിലുള്ളത്. ഈ 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബീഹാറിൽ അഴിമതിയുടെ കൂത്തരങ്ങാകാൻ പോവുകയാണ് ബീഹാർ. അവിടെ ഇന്ത്യ സഖ്യം ഉയർത്തിയ അല്ലെങ്കിൽ മുദ്രാവാക്യം താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ അവിടെ RJDക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്തണം. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ RJD പ്രവർത്തകർ ആത്മാർത്ഥമായി കോൺഗ്രസിന് വേണ്ടി ജോലി ചെയ്തില്ല. കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ വിമത സ്ഥാനാർത്ഥികളെ RJD നിർത്തിയിട്ടുണ്ട്. അവിടെ തേജസ്വി യാദവ് അവസാന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന് വാശി പിടിച്ചു. അദ്ദേഹം ഒരു വല്യേട്ടൻ മനോഭാവം അവിടെ കാണിച്ചു. RJD ആണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ബീഹാറിലെ, അത് നമ്മൾ സമ്മതിക്കുന്നു, അതിൽ തർക്കമില്ല. കോൺഗ്രസിനേക്കാൾ ശക്തി RJDക്കാണ്. പക്ഷേ ആ RJD തങ്ങളാണ് വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ചു. അത് കൃത്യമായി ബീഹാറിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.